കണ്ണേറ്, ശാസ്ത്രവും ചാണക്യതന്ത്രങ്ങളും. ജീവിതത്തിലെല്ലാം കൃത്യമായി നടക്കുന്നു എന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണോ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ എല്ലാം തകിടം മറിയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാറുള്ളത്? ഇന്നലെ വരെ നിങ്ങളോട് ചിരിച്ചു വർത്തമാനം പറഞ്ഞിരുന്നവർ ഇന്ന് മുഖം തിരിക്കുന്നു. കച്ചവടത്തിലോ തൊഴിലിലോ അപ്രതീക്ഷിതമായി വലിയ തടസ്സങ്ങൾ നേരിടുന്നു. അല്ലെങ്കിൽ ശരീരത്തിന് വലിയ അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ പോലും വല്ലാത്തൊരു ക്ഷീണവും മടുപ്പും എപ്പോഴും അനുഭവപ്പെടുന്നു. ഇതിനെ നിങ്ങൾ എന്തു പേരിട്ട് വിളിക്കും? പലരും ഇതിനെ വിധി എന്ന് പറഞ്ഞ് സമാധാനിക്കും. എന്നാൽ നമ്മുടെ കാരണവന്മാർ ഇതിനെ കണ്ണേറ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്ന് വിളിച്ചു. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് ഈ ആധുനിക കാലഘട്ടത്തിലാണ്. ഇന്നും ഇത്തരം കാര്യങ്ങൾക്ക് പ്രസക്തിയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ കണ്ണേറ് എന്നത് കേവലം ഒരു മന്ത്രവാദമോ അന്ധവിശ്വാസമോ അല്ല, മറിച്ച് നിങ്ങളെ തകർക്കാൻ ശേഷിയുള്ള, ശാസ്ത്രീയമായി പോലും വിശദീകരിക്കാൻ സാധിക്കുന്ന ഒരു നിഷേധാത്മക ഊർജ്ജം അഥവാ നെഗറ്റീവ് ശക്തിയാണെന്ന് പറഞ്ഞാലോ? ഭാരതത്തിന്റെ എക്കാലത്തെയും വലിയ തന്ത്രജ്ഞനായ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ശത്രുവിന്റെ നോട്ടത്തെക്കുറിച്ചും അസൂയയെക്കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ കണ്ണുകൾക്ക് നിങ്ങളെ മാനസികമായും ശാരീരികമായും തളർത്താൻ കഴിയുമോ? ആ നോട്ടം അല്ലെങ്കിൽ ആ പ്രഭാവം നിങ്ങളുടെ വിജയങ്ങളെ എങ്ങനെയാണ് തടയുന്നത്? ഇതിനെ പ്രതിരോധിക്കാൻ ചാണക്യൻ നൽകിയ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രേതങ്ങളെക്കുറിച്ചോ മന്ത്രവാദത്തെക്കുറിച്ചോ അല്ല, മറിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ മനസ്സിൽ നിന്നും പുറപ്പെടുന്ന ശക്തമായ വികാരങ്ങളെക്കുറിച്ചും അതിൽ നിന്നും നിങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചുമാണ്. കണ്ണേർ ഒരു കെട്ടുകഥയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഒരാൾ നമ്മളെ തുറിച്ചു നോക്കുമ്പോൾ നമ്മൾ അവരെ കാണുന്നില്ലെങ്കിൽ കൂടി നമുക്ക് ആ നോട്ടം തിരിച്ചറിയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്? ഇതിന് ശാസ്ത്രീയമായ ചില വിശദീകരണങ്ങളുണ്ട്. മനുഷ്യന്റെ കണ്ണിന് കേവലം കാഴ്ചകൾ കാണാൻ മാത്രമല്ല, ശക്തമായ വികാരങ്ങളെ പുറത്തേക്ക് അയക്കാനും സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കണ്ണ് മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറയാറില്ലേ? അത് വെറുമൊരു ചൊല്ലല്ല. നമ്മുടെ സമൂഹം പണ്ടുമുതലേ വിശ്വസിച്ചു വരുന്നൊരു കാര്യമുണ്ട്: കല്ലിൽ കൊള്ളുന്നതിനേക്കാൾ ഭീകരമാണ് കണ്ണിൽ കൊള്ളുന്നത്. എന്താണിതിന്റെ അർത്ഥം? നിങ്ങളൊരു പുതിയ വീട് വെക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരു വാഹനം വാങ്ങുന്നു, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നു. ഇത് കണ്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ ചിരിക്കുന്നുണ്ടാകാം. പക്ഷേ ആ ചിരിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് കൊടും അസൂയയാണെങ്കിലോ? ആ വ്യക്തിയുടെ ഉള്ളിലെ തീവ്രമായ അസൂയയും നിരാശയും ഒരു മോശം തരംഗമായി നിങ്ങളുടെ നേർക്ക് വരുമ്പോൾ അത് നിങ്ങളുടെ പ്രഭാവലയത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള സംരക്ഷണ വലയത്തെ ഭേദിക്കുന്നു. ഇതിനെയാണ് ലളിതമായ ഭാഷയിൽ നമ്മൾ കണ്ണേറ് എന്ന് വിളിക്കുന്നത്. ഇതൊരു അന്ധവിശ്വാസമല്ല എന്ന് പറയാൻ കാരണം, ചാണക്യൻ തന്റെ ചാണക്യനീതി എന്ന ഗ്രന്ഥത്തിൽ ശത്രുക്കളെ തിരിച്ചറിയുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് രഹസ്യശത്രുക്കളെയാണെന്ന് പറയുന്നുണ്ട്. ആരാണ് ഈ രഹസ്യശത്രുക്കൾ? നിങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങളെ പുകഴ്ത്തുകയും എന്നാൽ മനസ്സുകൊണ്ട് നിങ്ങളുടെ പതനം ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ. അവരുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ആ നോട്ടത്തിന് നിങ്ങളെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അസൂയ എന്നത് വളരെ ശക്തമായ ഒരു വികാരമാണ്. ഒരാൾ നിങ്ങളെ നോക്കി അസൂയപ്പെടുമ്പോൾ അവരുടെ തലച്ചോറിൽ നിന്നും പുറപ്പെടുന്ന തരംഗങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും ബാധിക്കുന്നു. പലപ്പോഴും നമുക്ക് അകാരണമായി ദേഷ്യം വരുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പരാജയപ്പെടുന്നതും ഇതുകൊണ്ടാണ്. നമ്മുടെ പൂർവികർ വെറുതെ കരിപ്പൊട്ട് തൊടാനോ ഒഴിഞ്ഞുമാറ്റാനോ പറഞ്ഞിരുന്നില്ല. അവർക്കറിയാമായിരുന്നു മനുഷ്യന്റെ മനസ്സിന്റെ ശക്തിക്ക് മറ്റൊരാളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന്. അത് നല്ലതിനാണെങ്കിൽ അനുഗ്രഹം, ചീത്തക്കാണെങ്കിൽ ശാപം അല്ലെങ്കിൽ കണ്ണേറ്. വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക്, അതായത് ഈ കണ്ണേറ് മാറ്റാനുള്ള ചാണക്യതന്ത്രങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത്തരത്തിൽ മറ്റുള്ളവരുടെ അസൂയ കാരണം പരാജയങ്ങൾ സംഭവിച്ചതായി തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ചെയ്യുകയും ചെയ്യൂ. നിങ്ങളുടെ ഓരോ കമന്റും മറ്റുള്ളവർക്ക് ഈ വിഷയം കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും. ഇനി നമുക്ക് ചാണക്യന്റെ കാഴ്ചപ്പാടിലൂടെ ഇതിനെ കാണാം. ആചാര്യ ചാണക്യൻ പറയുന്നു, പാമ്പിനേക്കാളും അപകടകാരിയാണ് ദുഷ്ടനായ മനുഷ്യൻ. കാരണം പാമ്പിനെ മന്ത്രം കൊണ്ടോ ഔഷധം കൊണ്ടോ മെരുക്കാം, എന്നാൽ ദുഷ്ടനെ മെരുക്കാൻ കഴിയില്ല. ഇവിടെ ദുഷ്ടൻ എന്നുദ്ദേശിക്കുന്നത് പുറമേ ചിരിക്കുകയും അകമേ അസൂയ വെച്ചു പുലർത്തുകയും ചെയ്യുന്നവരാണ്. കണ്ണേറ് അല്ലെങ്കിൽ അശുഭകരമായ ഊർജ്ജം നിങ്ങളെ ബാധിച്ചു എന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തിരിച്ചറിയണം. ചാണക്യതന്ത്രങ്ങൾ പ്രയോഗിക്കണമെങ്കിൽ ആദ്യം ശത്രുവിന്റെ സ്വാധീനം നമ്മളിൽ എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കണം. ഒന്നാമതായി അകാരണമായ തളർച്ചയും മടിയും. നിങ്ങൾ നന്നായി ഉറങ്ങുന്നുണ്ടാകും, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടാകും. എന്നാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വല്ലാത്തൊരു ഭാരമാണ്, ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ. ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ കുഴപ്പമല്ല, മറിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള ദോഷകരമായ ഊർജ്ജം നിങ്ങളുടെ ജീവശക്തിയെ വലിച്ചെടുക്കുന്നതാണ്. ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയും ഇതിന്റെ ഭാഗമാണ്. രണ്ടാമതായി സാമ്പത്തിക തടസ്സങ്ങൾ. വരാനിരുന്ന പണം അവസാന നിമിഷം മുടങ്ങുന്നു, അല്ലെങ്കിൽ കയ്യിൽ പണം വന്ന ഉടനെ തന്നെ അത് അനാവശ്യ കാര്യങ്ങൾക്കായി ചിലവായി പോകുന്നു. ഐശ്വര്യത്തിന് അസൂയയുടെയും കലഹത്തിന്റെയും ഇടയിൽ നിൽക്കാൻ കഴിയില്ല എന്ന് പഴമക്കാർ പറയുന്നു. കണ്ണേറ് ബാധിച്ച വ്യക്തിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ പതിയെ അടഞ്ഞു തുടങ്ങും. കടം കൂടുക, കൊടുത്ത പണം തിരിച്ചു കിട്ടാതിരിക്കുക എന്നിവയൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. മൂന്നാമതായി വീട്ടിലെ അസ്വാരസ്യങ്ങൾ. സ്നേഹത്തോടെ ഇരുന്നിരുന്ന കുടുംബാംഗങ്ങൾക്കിടയിൽ പെട്ടെന്ന് വഴക്കുകളുണ്ടാകുന്നു.
ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പൊട്ടിത്തെറികൾ നടക്കുന്നു. ഇത് വ്യക്തമായും പുറത്തുനിന്നുള്ള ഒരു മോശം ദൃഷ്ടിയുടെ ഫലമാണ്. നിങ്ങളുടെ വീടിന്റെ സമാധാനം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ നോട്ടം അവിടെ പതിഞ്ഞിട്ടുണ്ട്. കുട്ടികൾ കാരണമില്ലാതെ കരയുന്നതും വാശിപിടിക്കുന്നതുമൊക്കെ ഇതിന്റെ ഭാഗമായി കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കണ്ണേറ് എന്നത് വെറുമൊരു വാക്കല്ല, അതൊരു അവസ്ഥയാണെന്ന്. ഇനി ഇതിനെ എങ്ങനെ മറികടക്കാം? ഇവിടെയാണ് ചാണക്യന്റെ തന്ത്രങ്ങളും നമ്മുടെ പരമ്പരാഗത അറിവുകളും ഒന്നിക്കുന്നത്. ആദ്യത്തെ പരിഹാരം മൗനമാണ്. ചാണക്യനീതിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ശ്ലോകമുണ്ട്: നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാകുന്നതുവരെ അത് ആരുമായും പങ്കുവെക്കരുത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ കേൾക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് നന്മ വരാൻ ആഗ്രഹിക്കുന്നവർ ആകണമെന്നില്ല. അവരുടെ മനസ്സിലെ ഇവനത് നേടരുതേ എന്ന ചിന്ത മതി നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ. അതുകൊണ്ട് വിജയിച്ചു കഴിഞ്ഞ് മാത്രം ശബ്ദമുണ്ടാക്കുക. നിങ്ങളുടെ വിജയമായിരിക്കണം അവർക്കുള്ള മറുപടി. കണ്ണേറ് ഏൽക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ കവചം നിങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നത് തന്നെയാണ്. പുതിയ വീട്, വാഹനം, ജോലി, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ നടക്കും മുൻപേ കൊട്ടിഘോഷിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം നമ്മുടെ പ്രഭാവലയത്തെ ശുദ്ധീകരിക്കുക എന്നതാണ്. നിങ്ങൾ ദിവസവും പലതരം ആളുകളുമായി ഇടപഴകുന്നവരാണ്. പലരുടെയും നോട്ടങ്ങളും ചിന്തകളും നിങ്ങളിൽ പതിക്കുന്നുണ്ട്. വീട്ടിൽ തിരിച്ചെത്തിയാൽ ഉപ്പുവെള്ളത്തിൽ കുളിക്കുന്നത് വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ്. ഉപ്പിന് അശുഭകരമായ ഊർജ്ജത്തെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് എന്ന് ശാസ്ത്രവും ആധ്യാത്മികതയും സമ്മതിക്കുന്നു. പണ്ടുള്ളവർ കടലിൽ പോയി കുളിക്കാൻ പറയുന്നതിന്റെ ഒരു ശാസ്ത്രവും ഇതുതന്നെയാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ മോശം തരംഗങ്ങളെ നീക്കം ചെയ്യും. കുളിക്കുന്ന വെള്ളത്തിലെ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നതും വളരെ നല്ലതാണ്. മൂന്നാമതായി, ദൃഷ്ടിദോഷം മാറ്റാനുള്ള പരമ്പരാഗത രീതികൾ. ഇതിനെ അന്ധവിശ്വാസമായി കാണേണ്ടതില്ല. മനഃശാസ്ത്രപരമായി ഇതിന് വിശ്വാസത്തിന്റെ ശക്തിയെന്നും പറയാം, അല്ലെങ്കിൽ ഊർജ്ജതന്ത്രത്തിന്റെ വശം വെച്ചും കാണാം. കർപ്പൂരം ഒഴിഞ്ഞു കത്തിക്കുന്നതും ഉണക്കമുളക് ഒഴിഞ്ഞിടുന്നതുമൊക്കെ അഗ്നി എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അഗ്നിക്ക് എന്തിനേയും ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ നിൽക്കുന്ന മോശം ചിന്താശകലങ്ങളെ നശിപ്പിക്കാൻ അഗ്നിക്ക് സാധിക്കും. അതുകൊണ്ടാണ് പൂജാവേളകളിലും മറ്റും നമ്മൾ ദീപാരാധന നടത്തുന്നത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ലഭിക്കുന്ന ഒരു ആശ്വാസവും ധൈര്യവും വളരെ വലുതാണ്. നാലാമതായി ചാണക്യൻ നൽകുന്ന മറ്റൊരു ഉപദേശം ശക്തമായ മനസ്സാണ്. ആരെന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ടായാൽ ഒരു നോട്ടത്തിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. മറ്റുള്ളവരുടെ അസൂയയെ ഭയക്കുന്നതിന് പകരം അത് നിങ്ങളുടെ വളർച്ചയുടെ ലക്ഷണമായി കാണുക. ആളുകൾ എന്നെ കണ്ട് അസൂയപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അവരെക്കാൾ മുകളിലാണ് എന്ന മനോഭാവം വളർത്തിയെടുക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം ഒരു കണ്ണാടി പോലെ പ്രവർത്തിക്കും. വരുന്ന മോശം ഊർജ്ജം ആ കണ്ണാടിയിൽ തട്ടി അവരിലേക്ക് തന്നെ തിരിച്ചുപോകും. കൂടാതെ നിങ്ങളുടെ വീട്ടിലും ജോലിസ്ഥലത്തും അനുകൂലമായ ഊർജ്ജം നിലനിർത്താൻ ചില കാര്യങ്ങൾ ചെയ്യാം. വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ചാണക്യൻ പറയുന്നു, ഐശ്വര്യം വൃത്തിയില്ലാത്ത ഇടത്ത് വസിക്കില്ല. അലങ്കോലമായി കിടക്കുന്ന സ്ഥലങ്ങളിൽ ദോഷകരമായ ശക്തികൾ പെട്ടെന്ന് തളം കെട്ടി നിൽക്കും. രാവിലെയും വൈകിട്ടും വീടിന്റെ ജനലുകൾ തുറന്നിടുക. വായുസഞ്ചാരം ഉറപ്പാക്കുക. സുഗന്ധമുള്ള ചന്ദനത്തിരിയോ സാമ്പ്രാണിയോ ഉപയോഗിക്കുന്നത് അന്തരീക്ഷം മാറ്റാൻ സഹായിക്കും. വീടിന്റെ മുൻവാതിലിന് നേരെ കണ്ണാടി വയ്ക്കാതിരിക്കുക. കാരണം വരുന്നവരുടെ പ്രതിബിംബം അതിൽ പതിയുമ്പോൾ അവരുടെ ഊർജ്ജവും വീട്ടിലേക്ക് പ്രതിഫലിക്കുമെന്ന് പറയപ്പെടുന്നു. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, കണ്ണേറ് അല്ലെങ്കിൽ അസൂയ എന്നത് മറ്റുള്ളവരുടെ പ്രശ്നമാണ്, നിങ്ങളുടെ പ്രശ്നമല്ല. പക്ഷേ അത് നിങ്ങളെ ബാധിക്കാൻ അനുവദിക്കുമ്പോഴാണ് അത് നിങ്ങളുടെ പ്രശ്നമായി മാറുന്നത്. നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരുടെ മുന്നിൽ തളരാതെ കൂടുതൽ കരുത്തോടെ ജീവിച്ചു കാണിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതികാരം. ചാണക്യൻ തന്റെ ശത്രുക്കളെ നേരിട്ടത് ആയുധങ്ങൾ കൊണ്ടായിരുന്നില്ല, ബുദ്ധി കൊണ്ടായിരുന്നു. നിങ്ങളുടെ ബുദ്ധിയും മനസാന്നിധ്യവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ രക്ഷാകവചം. കണ്ണേറ് മാറ്റാൻ വലിയ പൂജകളുടെയോ മന്ത്രവാദികളുടെയോ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ ദിനചര്യകളിലും ചിന്താഗതിയിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന തരത്തിൽ വളരുക, എന്നാൽ ആ അസൂയ നിങ്ങളെ തൊടാത്ത തരത്തിൽ ജീവിക്കുക. അതാണ് യഥാർത്ഥ വിജയം. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ പുരോഗതി, നിങ്ങളുടെ സമാധാനം, ഇത് മൂന്നും സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അവിടെ ആരെയും കടന്നുകയറാൻ അനുവദിക്കരുത്. ശത്രുവിന്റെ കണ്ണിലെ അസൂയയെ ഭയക്കാതെ അതിനെ നിങ്ങളുടെ വിജയത്തിനുള്ള ഇന്ധനമാക്കുക. ഓർക്കുക, ലോകം മുഴുവൻ നിങ്ങളെ എതിർത്താലും നിങ്ങളുടെ മനസ്സ് നിങ്ങളോടൊപ്പമുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. കണ്ണേറ് ഒരു അന്ധവിശ്വാസമല്ല, അത് മനുഷ്യന്റെ മനസ്സിന്റെ ഇരുണ്ട വശമാണ്. അതിനെ വെളിച്ചം കൊണ്ട്, അറിവുകൊണ്ട് നേരിടുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ തയ്യാറാണ് എന്ന് കമന്റ് ചെയ്യുക. കൂടാതെ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളെ തകർക്കാൻ നോക്കുന്ന കണ്ണുകളെ ഭയപ്പെടേണ്ട, അവരെ നോക്കി പുഞ്ചിരിക്കൂ. കാരണം നിങ്ങളുടെ ആത്മവിശ്വാസമാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം. കണ്ണേറ് മാറ്റാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് തിരിച്ചറിയുക, മുന്നേറുക.